വരുന്നത്. അപ്പം നമ്മൾ അവിടെ ബേസിക് ഒരു പ്രശ്നം അവിടെ തോന്നുന്നത് അവിടെ എല്ലാം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫാറ്റാണ് കൂടുന്നത്. കാർബോഹൈഡ്രേറ്റും ഫാറ്റും കൂടിയിട്ട് അവിടെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫൈബർ മൈക്രോ ന്യൂട്രിയൻസ് അവിടെ ഭയങ്കരമായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ഫുഡ് ഹാബിറ്റ്സ് ഇങ്ങനത്തെ ഫുഡിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ഒരു ലിവറിന് അസുഖം വന്നവർക്ക് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്ക് അവരുടെ ഡയറ്റിനെ കുറിച്ച് നല്ല ബോധവാന്മാരാണ്. പക്ഷേ ഇനി വരാതെ നോക്കുക കൂടെ വേണം. അവർക്ക് മാത്രമല്ല അവരുടെ ഫാമിലിയിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ, ഇപ്പം സാർ പറഞ്ഞു കുട്ടികളിൽ കൂടുതൽ വരുന്നുണ്ടെന്ന്. നമുക്ക് ഒ പിയിൽ കുട്ടികൾ കൂടുതൽ വരുന്നുണ്ട്, ഫാറ്റി ലിവറായിട്ട് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ വരാതെ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ ഡിസീസിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എക്സസൈസ് ഉണ്ടായിരുന്നു. നമ്മൾ എക്സസൈസിന് വേണ്ടിയിട്ടല്ലാതെ നമ്മൾ എക്സസൈസ് ഉണ്ടായിരുന്നു. കുട്ടികളെ ആണെങ്കിൽ കളിക്കാനായിട്ട് വിടുക. നമുക്ക് ഇനി എക്സസൈസിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം ആ ഒരു എക്സസൈസ് അതുപോലെ തന്നെ ഫുഡിലും വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ ഇതാണ് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസും ഫൈബറും കൂടുതൽ വരുന്ന സാധനങ്ങളാണിത്. അത് നമ്മുടെ ഭക്ഷണത്തിൽ വളരെ കുറഞ്ഞു വരുവാണ്, പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡിലേക്ക് പോകുമ്പോഴത്തേക്കിന്. അപ്പം അത് നമ്മൾ ബോധപൂർവം അത് അറ്റ്ലീസ്റ്റ് 3 നേരത്തെ മെയിൻ മീൽസിലെങ്കിലും ഉൾപ്പെടുത്തി പോവുകയും അതുപോലെ തന്നെ പഴങ്ങളും ഉൾപ്പെടുത്തേണ്ടതുമാണ്. പിന്നെ ഫാസ്റ്റ് ഫുഡുകൾ മാക്സിമം ഒഴിവാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാർ പറഞ്ഞ പോലെ ഈ ഘട്ടം ഘട്ടമായിട്ട് വരുന്ന ഫാറ്റി ലിവർ അല്ലെ ലിവർ ഡിസീസിനെ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ പൂർണ്ണമായിട്ടും റിവേർട്ട് ചെയ്തിട്ട് നമ്മൾക്ക് നോർമൽ ലിവറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും